അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലെ സാന്തൻ ബേക്കി കേവും ക്ലിഫും ഒക്കെ കണ്ട ശേഷം ഇപ്പം നമ്മൾ പോകുന്നത് ജപ്പാനിൽ തന്നെ ഏറ്റവും വലിയൊരു അത്ഭുതം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ജപ്പാൻ ലവ് സ്റ്റോറി. ജപ്പാന്റെ കൾച്ചറൽ ആൻഡ് സ്പിരിച്വൽ ഹാർട്ട് ലാൻഡ് എന്നറിയപ്പെടുന്ന വക്കയാമയുടെ ഏറ്റവും ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ജപ്പാനിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തൊരി ഗേറ്റ് കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കാണുന്ന ഗേറ്റ് അല്ല കേട്ടോ നമ്മൾ കാണാൻ വന്ന ഗേറ്റ് കുറച്ചുള്ളിലേക്ക് നടക്കണം. ഞാൻ വക്കയാമയിലേക്ക് കടന്നപ്പോൾ തൊട്ട് പറയുന്നതാണ് ഇവിടെ മുഴുവൻ പച്ചപ്പാണെന്ന്. അതിനൊരു വ്യത്യാസവുമില്ല, ഈ സ്ഥലത്തും അതുപോലെ തന്നെ പച്ചപ്പാണ്. കുറച്ച് കൂടുതൽ പച്ചപ്പുണ്ടെങ്കിലേ ഉള്ളൂ. പോരാത്തതിന് അന്നത്തെ ദിവസം ഒരു ചെറിയ ചാറ്റൽ മഴ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചും കൂടെ ഭംഗിയാക്കി. ഈ റൊമാൻറ്റിക് വെതറിൽ ഈ പച്ചപ്പിൽ കൂടെ നടക്കുമ്പോൾ എനിക്ക് തോന്നിയ സംശയം എന്തെന്ന് വെച്ചാൽ, ഈ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ തൊരിഗേറ്റ് കാണാൻ ഞങ്ങളല്ലാതെ വേറെ ആരും വന്നിട്ടില്ലേ എന്നുള്ളതാണ്. നിങ്ങൾക്കൊന്നും തോന്നില്ലേ ഇവിടെയൊന്നും ഒരു തിരക്കുമില്ല, ആൾക്കാരുടെ തള്ളിക്കയറ്റം വളരെ കുറവാണ്. കുറച്ചാലോചിച്ചപ്പോൾ അതിനുള്ള മറുപടി ഞാൻ തന്നെ കണ്ടുപിടിച്ചു. ജപ്പാൻകാർക്ക് വിശ്വാസം കുറവായിരിക്കാം. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. പക്ഷെ ഞാൻ കണ്ടുപിടിച്ചത് ഒരു തെറ്റായ കാര്യമാണ്. ജപ്പാനിലുള്ളവർക്ക് മതവും അതിലുള്ള വിശ്വാസങ്ങളും ഉണ്ട്. പൊതുവേ നമ്മൾ പറയാറുണ്ട് ജപ്പാനികൾക്ക് മതമില്ല, അവർ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നിലും വിശ്വസിക്കുന്നില്ല എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല, അവർക്ക് വ്യക്തമായ വിശ്വാസങ്ങളുണ്ട്. പക്ഷെ നമ്മളെ പോലെ ഡെയിലി ലൈഫിൽ അവരതത്ര കാര്യമായിട്ട് എടുക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഷിൻഡോ മതവും ബുദ്ധിസവുമാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള മിക്ക ആളുകളും ഒന്നെങ്കിൽ ബുദ്ധമതം അല്ലെങ്കിൽ ഷിൻഡോ മതത്തിൽ വിശ്വസിക്കുന്നവരാണ്. അവരുടെ ഗുഡ് ഹെൽത്തിന് വേണ്ടിയിട്ടും ലക്കിന് വേണ്ടിയിട്ടും ഒക്കെ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഓഗസ്റ്റ് മാസത്തിലുള്ള ഒബോൺ ഫെസ്റ്റിവലൊക്കെ അവർ ആഘോഷിക്കാറുമുണ്ട്. ആ ഫെസ്റ്റിവൽ അവരുടെ ആൻസിസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് അവരവരുടെ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥനകൾ നടത്തുന്നതായിട്ടൊക്കെ കാണാറുണ്ട്. പിന്നെ ഈ ഷിൻഡോ മതമായാലും ബുദ്ധമതമാണെങ്കിലും നേച്ചറുമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ്. അവരുടെ ദൈവം പലപ്പോഴും മലയും പുഴയും മരവും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഈ നേച്ചറുമായിട്ട് അടുത്ത് ജീവിക്കാനും ഇവർക്ക് സാധിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഒയിനോഹര തൊരി ഗേറ്റ് കുമാന ഹൊങ്കു തൈഷയുടെ എൻട്രൻസ് ആണ്. നമ്മൾ ആദ്യം നച്ചി ഫോൾസ് കാണാൻ പോയില്ലേ, ഫസ്റ്റ് വീഡിയോ, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാവേ. ആ വീഡിയോയിൽ പറഞ്ഞ കുമാനോ കൊദോയില് 3 അമ്പലങ്ങളിൽ ഒന്നാണ് ഇത്. ഇപ്പൊ കാണുന്ന ഈ തൊരി ഗേറ്റ് ഇതുപോലെ പണിതത് 2000-ലാണ്. കുമാനോ കൊദോ റൂട്ടിന്റെ 1200 ആനിവേഴ്സറി ആയിരുന്നു ആ വർഷം. 2004 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഇത് മാറുകയും ചെയ്തു. ഇതാണ് നമ്മൾ കാണാൻ വന്ന വേൾഡ്സ് ലാർജസ്റ്റ് തൊരി ഗേറ്റ്. അതെ, 112 അടി ഉയരത്തിൽ ഈ പച്ചപ്പിനിടയ്ക്ക് അതങ്ങനെ തലയുയർത്തി നിൽക്കുകയാണ്. പക്ഷെ ഈ കാണുന്ന ഗേറ്റ് അതല്ല കേട്ടോ, ഇത് വേറെയാണ്. ഇത് നമ്മളെ തൈഷയിലേക്ക് പോകുമ്പോഴുള്ള എൻട്രൻസ് ആണ്. ഈ തൈഷ പണ്ട് ആ ഗേറ്റിനടുത്ത് തന്നെയായിരുന്നു. പക്ഷെ അവിടെ ഇടയ്ക്കിടയ്ക്ക് വെള്ളപ്പൊക്കമൊക്കെ വരുന്നത് കൊണ്ട് അത് ഇങ്ങോട്ടേക്ക് മാറ്റിയതാണ്. അതിനടുത്ത് തന്നെ കുമാനോ റിവറും ഉണ്ട്. ആ റിവറിൽ നിന്നാണ് വെള്ളപ്പൊക്കം വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ തൈഷ കുറേ ഹൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നടക്കാനും സ്റ്റെപ്പ് കയറാനും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചതായിരുന്നു. പക്ഷെ ഇതിന് മുറ്റത്തെത്തിയപ്പം നല്ലൊരു ആംബിയൻസ്, കയറിയേക്കാന്ന് വിചാരിച്ചു. ചെന്നൈ എക്സ്പ്രസ് സിനിമയിൽ ഷാരൂഖ് ഖാൻ ദീപിക പദുക്കോണിനെ എടുത്ത് കയറുന്ന പോലെ റോയ്സിനോട് എന്നെ എടുത്ത് ഇത് കയറാൻ ഞാൻ പറയുന്നുണ്ട്. ജപ്പാനിലെ ഏറ്റവും പഴക്കം ചെന്ന അമ്പലങ്ങളിൽ ഒന്നാണിത്. പക്ഷേ ഈ അമ്പലങ്ങൾ ഒരു സ്പിരിച്വൽ യാത്രയിൽ വരുന്നവർക്കല്ലേ ഇമ്പോർട്ടൻസ് ഉള്ളൂ. നമ്മൾ അങ്ങനെ വരാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ അധിക നേരം അവിടെ നിന്നില്ല. വക്കയാമയിലെ ഈ പ്രാവശ്യം നമ്മൾ പോയ എല്ലാ സ്ഥലങ്ങളിലും തിരക്ക് വളരെ കുറവായിരുന്നു. കുറച്ച് ടൂറിസ്റ്റുകളും പിന്നെ ജപ്പാൻകാരായ കുറച്ച് പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള ഫേമസ് ആയ സ്ഥലങ്ങളിലെ പോലെ ഒരു തള്ളലുണ്ടായിരുന്നില്ല. ലാർജസ്റ്റ് തൊരി ഗേറ്റിനെ ഒരു നോക്ക് കൂടി കണ്ട ശേഷം ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത സ്ഥലത്തേക്ക് പോയി തുടങ്ങി. പോകുന്നത് റോയസിന്റെ നിർബന്ധത്തിൽ കൊയാസൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. വക്കയാമ പ്രിഫെക്ചറിലെ സ്ഥലങ്ങൾ അന്വേഷിക്കുമ്പോൾ ആ ലിസ്റ്റിൽ ആദ്യം വരുന്നത് കൊയാസൻ ആണ്. അവിടെ ഒരു സിമിട്രി ഉണ്ട്. ജപ്പാനിലെ തന്നെ ഏറ്റവും വലിയ സിമിട്രി. അവിടെ ഏകദേശം 2 ലക്ഷത്തോളം ആളുകളെ അടക്കിയിട്ടുണ്ട്. അതിൽ കൂടുതൽ ആളുകളും പ്രോമിനന്റ് ആയ റിലീജിയസ് ലീഡേഴ്സ് ഒക്കെയാണ്.
പക്ഷേ അതൊരു കാടിനുള്ളിലാണ്. കാടും മലയും എല്ലാം താണ്ടിയിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ. മുന്നേ ഒരു കാട്ടിക്കൂടെ പോയതിൻ്റെ അനുഭവം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ എനിക്ക് നല്ല പേടിയായിരുന്നു. പോണ്ടാന്ന് ഞാൻ കുറേ പറഞ്ഞതാണ്. പക്ഷെ റോയസിന് പോയേ പറ്റൂ. ഫോട്ടോസിലൊക്കെ ആ സ്ഥലം കാണാൻ ഭയങ്കര ഭംഗിയാണ്. നല്ല പീസ്ഫുള്ളായിട്ട് ഫോട്ടോജനിക് ആയൊരു സ്ഥലം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ 800ഓളം വർഷം പഴക്കമുള്ള മരങ്ങൾ തിങ്ങി നിൽക്കുന്ന ഒരു കാടാണിത്. പോരാത്തന്നെ ആ മഴയും പിന്നെ കോടമഞ്ഞും. പേടിച്ച് വഴക്കിട്ടിരിക്കുക തിരിച്ചു പോകാൻ വഴക്കിട്ടിരിക്കുന്ന കോടമഞ്ഞായിരുന്നു മെയിൻ വില്ലൻ. കോടമഞ്ഞ് കാരണം തൊട്ടു മുമ്പിൽ നിൽക്കുന്ന കാര്യം പോലും കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ വിഷൻ ബ്ലോക്കായിരിക്കുന്ന സമയത്ത് റിസ്ക് എടുത്ത് പോവേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പോരാത്തന്നെ 5 മണി കഴിഞ്ഞു. നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ 1-2 കാറുകൾ താഴേക്ക് ഇറങ്ങുന്ന കണ്ടു. വേറെ ഒരു മനുഷ്യനെ ആ ഭാഗത്ത് കണ്ടില്ല. കാഴ്ചയ്ക്കൊക്കെ വക്കയാമ അടിപൊളിയായിരുന്നെങ്കിലും ഇടയ്ക്കൊന്ന് കാട്ടിൽ പെട്ടതുകൊണ്ട് തന്നെ എനിക്ക് മൊത്തം ഒരു പേടിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ യാത്ര അവിടെ വെച്ച് അവസാനിപ്പിച്ചു. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.